വാർത്തയിലേക്ക്. പാലക്കാട് കഞ്ചിക്കോട് കണ്ണിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ PT5 കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ. കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിലാണ് എത്തിയത്. ആനയെ തുരത്താനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പുള്ളത്. അജിത് ബാബു ചേരുന്നു വിവരങ്ങളുമായി. അജിത് ബാബു, ഈ PT5 തന്നെയല്ലേ നേരത്തെ പിടികൂടി ചികിത്സ നൽകണം എന്ന് വനംവകുപ്പ് തീരുമാനിച്ചിരുന്നത്? ഈ ആന ഇപ്പോൾ എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്? ആളുകൾ പരിഭ്രാന്തരാണോ അവിടെ? തീർച്ചയായും PT5 എന്ന് വിളിക്കുന്ന ചുരുളിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആന ഇപ്പോൾ പയറ്റുകാട് മേഖലയിലാണുള്ളത്. കഞ്ചിക്കോടിൻ്റെ വിവിധ മേഖലകളിലായാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ആന ഉള്ളത്. കാട്ടിലേക്ക് പോവുകയും പിന്നീട് വീണ്ടും ജനവാസ മേഖലയിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് ആന ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ കണ്ണിൻ്റെ കാഴ്ച പരിമിതി കാരണം ആനയെ കൃത്യമായി നിരീക്ഷിക്കുന്ന സംവിധാനത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ പോകുന്നത്. പക്ഷേ നിരന്തരം ഇത് ജനവാസ മേഖലയിലേക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു തെങ്ങ് മറിച്ച് പോസ്റ്റിലേക്ക് വീണ പോസ്റ്റിലെ ലൈനൊക്കെ ഉൾപ്പെടെ പൊട്ടുന്ന സാഹചര്യവും വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പയറ്റുകാടിൻ്റെ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ഗിരീഷേട്ടൻ ചെയ്യുന്നു. ഇവിടെ ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആനയെ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് വന്ന് നിരീക്ഷിക്കുന്നത്. കാലത്ത് 7:15 സ്കൂളിൽ പോകുന്ന കുട്ടികൾ കണ്ടിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അമ്മമാർ വരുമ്പോഴാണ് ആനനെ വഴിയിൽ വെച്ച് കണ്ട് വിവരം അറിയിച്ചത്. ഇപ്പോഴാണ് നിരീക്ഷിക്കുന്നത് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഈ ആന ഈ മേഖലയിൽ മാസങ്ങളോളമായിട്ട് PT5ഉം PT40 പിന്നെ ഒരു കൂട്ടം ആനകളും ഈ മേഖലയിൽ തന്നെ ഉണ്ട്. പക്ഷേ സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതാണ് ഞങ്ങളുടെ പ്രശ്നം. സാധാരണക്കാരന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന് കണ്ണിന് പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ മൂവ്മെൻ്റ് ഒക്കെ ഭയങ്കര സ്ലോ ആണ് മറ്റാനകളെ അപേക്ഷിച്ച്. ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ നാട്ടുകാർ സ്വാഭാവികമായി ഇത് കുറച്ചുകൂടി കൂടുതലായി ആനെ അറിയാവുന്ന ആളുകൾ കൂടിയാണ്. അതെങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സഞ്ചാരമൊക്കെ എങ്ങനെയാണ്? അതായത് PT5 വലത് കണ്ണിന് മാത്രമാണ് കാഴ്ചക്കുറവുള്ളൂ. ഇടത് കണ്ണിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. വലത് കണ്ണിനാണ്. അപ്പോൾ ഈ കണ്ണിന് പരുക്ക് പറ്റിയതിന് ശേഷം ജനങ്ങളെ മുടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് ആന മാറിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ലക്ഷ്മി പത്മ, അത് തന്നെയാണ്. അതായത് ഈ കണ്ണിന് പരിക്കേറ്റതോടു കൂടി ആന കൂടുതലും ജനവാസ മേഖലയിലാണ് തുടരുന്നത്. പൂർണ്ണമായും ആന ഈ കൂടുതൽ സമയവും ജനവാസ മേഖലയിൽ നിലയുറപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഈ ദൗത്യം പൂർത്തിയാക്കാനാണ് നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ നിന്ന് കുങ്കിയാനകൾ ഉൾപ്പെടെ എത്തിച്ച് അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ തന്നെ ഈ നടപടി പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വനത്തിൽ വെച്ച് തന്നെ ആനയെ മയക്കുവെടി വെക്കുകയും അതിനുശേഷം ഇത്തരത്തിൽ ഈ ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആന ഭക്ഷണമൊക്കെ ഉൾപ്പെടെ കഴിക്കുന്നുണ്ട്. നേരത്തെ മരുന്ന് കലർത്തിയ ഭക്ഷണമൊക്കെ നൽകിയിരുന്നെങ്കിലും അത് പൂർണ്ണമായും ഫലപ്രദമാകുന്നില്ല എന്നത് കണ്ടതോടുകൂടിയാണ് മയക്കുവെടി വെച്ച് ചികിത്സിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആനയുടെ കണ്ണിന് പരിക്കുണ്ടെങ്കിലും ഏത് തരത്തിലാണ് എന്താണ് ഈ കണ്ണിന് സംഭവിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. ഏതാണെങ്കിലും നമ്മൾ ഈ രാവിലെ ഇവിടെ എത്തുന്ന മുതലുള്ള ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആന ഇവിടെ ഭക്ഷണമൊക്കെ കൃത്യമായി കഴിക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഏതാണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കഞ്ചിക്കോടിൻ്റെ വിവിധ മേഖലകളിലായി ദിവസങ്ങളായി ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുകയാണ്. ലക്ഷ്മി പത്മ. അജിത് ബാബുവാണ് കഞ്ചിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.